2025 ചിരിച്ച് ചാവാനുള്ള ഒരു മറുപടി എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ കാണുന്ന ചർച്ച മാത്രമാണോ, എന്തെങ്കിലും നേതൃമാറ്റ ചർച്ചകൾ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടോ? ഞാൻ എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം രാവിലെ ഏതെങ്കിലും ഒരു ചാനൽ പറയും സുധാകരനെ മാറ്റാൻ പോകുന്നു, അന്നത്തെ ദിവസം മുഴുവൻ അതാണ് ചർച്ച. പിറ്റേ ദിവസം വേറൊരു ചാനൽ പറയും സുധാകരനെ മാറ്റുന്നില്ല, അതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ചർച്ച. പിന്നെ സതീശനും സുധാകരനും തമ്മിൽ പിണക്കം, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് കണ്ട് ചിരിക്കുകയാണെന്ന് ഈ വാർത്ത കൊടുക്കുന്നവരെങ്കിലും ശ്രദ്ധിക്കണ്ടേ. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും, വേറെ പലരുമായിട്ടുണ്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം, കെ സുധാകരനായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം. ഞങ്ങൾ ഇന്നലെയും പരസ്പരം ഇത് പറഞ്ഞ് ഫോണിൽ കൂടി ചിരിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. ചിരിച്ചിരിച്ചെനിക്ക് വയ്യേ എന്ത് പറയാൻ. സതീശൻ്റെ ഈ വാചകം കേൾക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് കണ്ട് ആസ്വദിക്കാറുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്. കാര്യം ഈ നാട്ടുകാർക്കെല്ലാം അൽഷിമസ് ആണെന്ന് സതീശൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ. ഓരോ ദിവസം കഴിയുമ്പോൾ ആൾക്കാർ അന്നത്തെ ദിവസത്തെ മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ആളായിട്ട് രാവിലെ എണീറ്റ് വരുന്നുണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത്. കാര്യം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടന്ന് ജീവിക്കുന്ന പലരെയും കണ്ടിട്ട് ഇതാണ് കേരളമെന്ന് സതീശൻ ധരിച്ചു വെച്ചേക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏഷ്യാനെറ്റിൽ പോയിരുന്ന് ഒരു ഉളുപ്പുമില്ലാത്ത ഈ വാചകം പറഞ്ഞത്. ആ വാചകം പറഞ്ഞ സതീശൻ്റെ ശരിയാണ്, ഒരുമിച്ചിരുന്ന് കേട്ട് ആസ്വദിക്കുകയാണ്. എങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് വൈകിയ സമയത്ത് ആ ആസ്വാദനത്തിന്റെ ലെവല് കയറിപ്പോയതാണ് ഇങ്ങനെ. പിന്നെ ഞങ്ങളുടെ സ്നേഹം മൂത്ത് ഈ കടിപിടി എന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വിളിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? തുടങ്ങണ്ട, കെ പി സി പ്രസിഡന്റ് എന്നൊക്കെ ഞാൻ തുടങ്ങി വെച്ചോളാം. നിങ്ങൾ പറയുന്നത് ശരി, നിങ്ങൾ ശരിയാണ്. ഇതുപോലെ എത്ര മുഹൂർത്തങ്ങൾ. ഈ മുഹൂർത്തങ്ങളെല്ലാം ഈ നാട് കണ്ട് തലതല്ലി ചിരിച്ചതിന് ശേഷം ആ നാട്ടുകാരുടെ മുന്നിൽ വന്ന് സതീശൻ പറയുകയാണ്, ഞങ്ങളെ ഇപ്പോൾ വലിയ സ്നേഹത്തിലാണ്, ദിവസവും എണീറ്റ ഉടനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മ കൊടുക്കും, ഞങ്ങൾ സ്നേഹചുംബനം കൈമാറിയിട്ട് മാത്രമേ ഇപ്പോൾ കട്ടിലിൽ പോയി കിടന്ന് ഉറങ്ങാറുള്ളൂ എന്ന അവസ്ഥയിലാണ് നമ്മളോട് പറയുകയാണ്. എന്ത് ചെയ്യും? ക്യാമറകൾക്ക് താഴെ മാറ്റടാ ആ മൈലാഞ്ചി എന്ന് പറയുന്ന ആ സതീശൻ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് വിദഗ്ധമായിട്ടാണ് അഭിനയിക്കുന്നത്. നോക്കി, കോൺഗ്രസിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കാരണഭൂതൻ ഞാൻ മാത്രമാണെന്ന് സതീശൻ സ്വയം വരുത്തി തീർക്കാൻ വേണ്ടി മാധ്യമങ്ങളെയും കുറച്ച് PR ടീമിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുധാകരനെ വെറും മിയാവ് ആക്കിയ അവസ്ഥയിലാക്കിയിട്ട് ഒരു ചാനലിൽ പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനിലാണ് ഇന്ന് ഈ ലൈവ് ഇൻ്റർവ്യൂ നടക്കുന്നത്. കാര്യം ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ ലൈവാക്കി നിർത്താൻ വേണ്ടി എൻ്റെ പ്രസ് സെക്രട്ടറിയെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ചാനലിൽ എനിക്ക് വേണ്ടി പ്രത്യേക ഇൻ്റർവ്യൂ, 11 മണിയാകുമ്പോൾ എന്നെ കാത്ത് കുറേ പത്രക്കാർ, എല്ലാ പരിപാടിയും നടത്തിയിട്ട് സതീശൻ ഒരു ഉളുപ്പുമില്ലാതെ, സുധാകരൻ പോലും അടുത്തെങ്ങാനും ഇരുന്നത് കേട്ടിരുന്നെങ്കിൽ സതീശൻ്റെ കടവായിലെ പല്ല് പോകുന്ന അവസ്ഥ ഉണ്ടായേനെ. അങ്ങനെയുള്ള ഈ പച്ച കള്ളം പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത സതീശനോടും പണ്ട് INTUCയുടെ ഒരു തൊഴിലാളി പറഞ്ഞ ആ വാചകം മാത്രമേ ഇത് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് പറയാനുള്ളൂ എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവല്ല. ഇവിടെ എങ്ങാനും പേരുവാണ് ചെവിക്കുരി നോക്കിയിട്ടാണ് കൊടുക്കണം ഞങ്ങൾ പറയുന്നത്. അത്ര നാറിയാണ്, അത്ര വിഷമമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്.